പ്രസന്റ് നിലപാടെന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചുറ്റുപാട്? ഇപ്പോൾ പറയുന്നു UDF-ലേക്കുള്ള ഒരു അതൊരു ചെറിയ വിവാദമായിട്ടുണ്ട്. UDF-ലേക്ക് പോകാനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാനത്തിൽ ഈ ഒരു തൽസ്ഥിതി ഇപ്പോഴത്തെ നിലപാടെന്താണ്? ഇപ്പോഴത്തെ നിലപാട് ഈ UDF-ൽ പോകുന്ന കാര്യം പറഞ്ഞത് ചർച്ച ചെയ്തൊക്കെ ശരിയാണ്. ഇപ്പോഴത്തെ നിലപാട് NDA തന്നെയാണ് നിൽക്കുന്നത്. 11-ാം തീയതി അമിത്ഷാ NDAയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും. സജീവമായിട്ട് NDAയുടെ വൈസ് ചെയർമാനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അതിലൂടെ ചർച്ച നടത്തിയാന്ന് ചോദിച്ചാൽ അതിലൊന്നും തർക്കിക്കാനില്ല. ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ്റെ സമയമാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ താല്പര്യമുണ്ടോ? അങ്ങനെ വല്ല വാഗ്ദാനങ്ങളുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കോവളമായിരുന്നു. തവണ അത് മാറ്റി പാറശാല കിട്ടിയാൽ കൊള്ളാമെന്ന് സംസാരിച്ചിട്ടുണ്ട്. പാറശാല മത്സരിക്കും. സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ശ്യാംലേജ് മാടാരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം വെച്ച് സാധ്യതയുണ്ട്. നമ്മുടെ ഷൈൻ പുള്ളി അവിടെ പാറശാലക്കാരനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതായത് UDF-ൽ നിന്ന് ഇപ്പോട്ടൊന്ന ഒരു നേതാവുണ്ടല്ലോ. അല്ല, തിരുവനന്തപുരം നിയമമണ്ഡലം. എല്ലാവരും മത്സരിക്കട്ടെ. നമുക്ക് എന്തായാലും സീറ്റ് കാണും. അപ്പോൾ ഇപ്രാവശ്യം BJP അധികാരത്തിൽ വരുമോ? BJP അധികാരത്തിൽ വന്നില്ലെങ്കിൽ ജില്ലയിൽ 7 സീറ്റ് പിടിക്കും. ഈ ജില്ലയിൽ അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ അല്ല, തിരുവനന്തപുരത്ത് പിടിക്കും.